ഹായ് ഓൾ, എല്ലാവർക്കും ട്യൂട്ടേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് +2 ഇലക്ട്രോ കെമിസ്ട്രിയിലെ ഒരു ടോപ്പിക്കാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടൈക് സെൽ. നമ്മൾ പണ്ട് 10ാം ക്ലാസ് വരെ എപ്പോഴേലും കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഡാനിയൽ സെല്ല്. പക്ഷെ നമുക്ക് +2 വരുമ്പോൾ കുറച്ചുകൂടെ അഡീഷണൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പം ഡാനിയൽ സെൽ അല്ലെങ്കിൽ ഗാൽവാനിക് സെല്ലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ബാച്ചുകളിലേക്കും ഓൺലൈൻ ബാച്ചുകളിലേക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടന്നാലോ. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോ കെമിക്കൽ സെൽ. അപ്പം നമ്മൾ എന്താണ് ഈ ഇലക്ട്രോ കെമിക്കൽ സെല്ല്, അല്ലെങ്കിൽ ഇനി നമ്മുടെ ഡാനിയൽ സെല്ലുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പം ഇലക്ട്രോ കെമിക്കൽ സെല്ല് എന്താണ്? ജനറലായിട്ട് ഈ ഇലക്ട്രോ കെമിക്കൽ സെൽസിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഗാൽവാനിക് സെല്ല് അല്ലെങ്കിൽ വോൾട്ടൈക് സെല്ല്, പിന്നീടുള്ളത് ഇലക്ട്രോ ലിറ്റിക് സെല്ല്. ഓക്കെ, അപ്പം എന്താ പറഞ്ഞത്? ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടൈക് സെല്ലും പിന്നീട് ഇലക്ട്രോ ലിറ്റിക് സെല്ലും. ഇനി ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താ നോക്കിയാലോ. അപ്പം ഇത് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഇവരുടെ ഒരു ഫിഗർ കാണിക്കാം. ആ ഒരു ഫിഗർ കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, ഇവരുടെ ഡിഫറൻസ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ രണ്ട് ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഗാൽവാനിക് സെല്ലിൻ്റെ ഫിഗറാണ് ഫസ്റ്റ് ഫിഗർ, സെക്കൻഡ് ഫിഗർ നമ്മുടെ ഇലക്ട്രോലിറ്റിക് സെല്ലിൻ്റെയാണ്. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിയിട്ട് ഒന്ന് പറഞ്ഞേ, ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളിൽ ഡിഫറൻസ് ഉണ്ട് ഇവർ തമ്മിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി. രണ്ട് ഫിഗറിൽ എന്തുണ്ട്? രണ്ട് ഇലക്ട്രോഡുകളുണ്ട്. അവ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഗാൽവാനിക് സെല്ലിലാണേലും ഇലക്ട്രോലിറ്റിക് സെല്ലിലാണേലും. പിന്നീട് എന്താ, ഗാൽവാനിക് സെല്ലിൽ ഒരു ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് ഇലക്ട്രോലിറ്റിക് സെല്ലിലാണെങ്കിൽ ബൾബല്ല, പകരം നമ്മളൊരു സ്വിച്ച് വെച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ബൾബൊന്നുമില്ല. ഇനി നോക്കിക്കേ, എന്താ ഇവർ തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗാൽവാനിക് സെല്ലിൽ നമ്മുടെ ഇലക്ട്രോഡ് ഈ ഇലക്ട്രോലൈറ്റിൽ നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കും. ആ റിയാക്ഷൻസ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യും. ഈ വൈദ്യുതി അല്ലെങ്കിൽ ഈ കറണ്ട് കാരണം എന്ത് ചെയ്യും? നമ്മുടെ കണക്ട് ചെയ്തിരിക്കുന്ന ബൾബ് ഗ്ലോ ചെയ്യാൻ തുടങ്ങും. ഇതാണ് നമ്മുടെ ഡാനിയൽ സെൽ അല്ലെങ്കിൽ ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ. എന്നോട് പറയട്ടെ. അപ്പം ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ ഡാനിയൽ സെല്ലിൽ എന്താ നടക്കുന്നത്? ആ കെമിക്കൽ റിയാക്ഷൻ നടക്കും. ആരൊക്കെ തമ്മിലാണ്? ആ ഇലക്ട്രോഡ് ആ ഇലക്ട്രോലൈറ്റിൽ ഡിപ്പ് ചെയ്തിരിക്കുന്ന കാരണം അവ തമ്മിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കും. അപ്പം ഉണ്ടാവുന്ന കെമിക്കൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കാരണം എന്ത് ചെയ്യും? ബൾബ് ഗ്ലോ ചെയ്യും. ഇതാണ് ഗാൽവാനിക് സെല്ലിൽ നിന്ന് നടക്കുന്ന റിയാക്ഷൻ. ഇനി ഇലക്ട്രോലിറ്റിക് സെല്ലിൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ നമ്മൾ കറണ്ടൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു സർക്യൂട്ട് ഓൾറെഡി എന്തുണ്ട്? ഒരു എക്സ്റ്റേണൽ പവർ സപ്ലൈ അല്ലെങ്കിൽ ബാറ്ററിയുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കണക്ട് ചെയ്തിട്ടുണ്ട്. നോക്കിക്കേ, നമ്മുടെ ആനോടും ഉണ്ട് കാതോടും ഉണ്ട്. അത് നമ്മുടെ ബാറ്ററി അല്ലെങ്കിൽ സ്വിച്ചിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? ഈ സ്വിച്ച് വഴി എന്ത് ചെയ്യും? വൈദ്യുതി നമ്മുടെ മീഡിയത്തിലോട്ട് വരും. മീഡിയത്തിലോട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ കറണ്ട് കാരണം നമ്മുടെ മീഡിയത്തിൽ എന്ത് നടക്കും? കെമിക്കൽ റിയാക്ഷൻസ് നടക്കും. അതായത് ആ ആനോടും കാതോടും നമ്മൾ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി കാരണം അവിടെ എന്ത് ചെയ്യും? കെമിക്കൽ റിയാക്ഷൻ നടക്കും. അപ്പോൾ ഇവിടെ നടക്കുന്ന എനർജി ചേഞ്ച് എന്താ? ഇലക്ട്രിക്കൽ എനർജിയെ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുക? കെമിക്കൽ എനർജി അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇവരുടെ തമ്മിലുള്ള പ്രധാന ഡിഫറൻസ്. കാരണം പലർക്കും ഇതിൻ്റെ പേര് കേൾക്കുമ്പോഴത്തേക്കും എന്താ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളൊരു സംശയം തോന്നാറുണ്ട്. ഓക്കെ, അപ്പം ഇവർ തമ്മിലുള്ള, അതായത് നമ്മുടെ ഗാൽവാനിക് സെല്ലും ഇലക്ട്രോലിറ്റിക് സെല്ലും, നമ്മുടെ
ഗാൽവാനിക് സെല്ലിനെയാണ് നമ്മൾ പൊതുവേ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഇലക്ട്രോ കെമിക്കൽ സെൽ എന്നും വിളിക്കുന്നത് നമ്മുടെ ഗാൽവാനിക് സെല്ലിനെയാണ്. അപ്പം ഈ ഒരു പേരിൻ്റെ വ്യത്യാസം കാരണം നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ വരാറുണ്ട്. എന്താണ് ഈ ഇലക്ട്രോ കെമിക്കൽ സെല്ല് അല്ലെങ്കിൽ ഇലക്ട്രോലിറ്റിക് സെല്ലെന്ന്? അപ്പം ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. ഇലക്ട്രോ കെമിക്കൽ സെൽ അല്ലെങ്കിൽ നമ്മുടെ ഗാൽവാനിക് സെല്ലിൽ എന്ത് ചെയ്യും? കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് ഇലക്ട്രോലിറ്റിക് സെല്ലിൽ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ആ ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ യൂസ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് അവരുടെ ഡെഫിനേഷൻസിലോട്ട് നോക്കിയാലോ. ഓക്കെ, ഗാൽവാനിക് സെല്ല് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണെന്ന് പറഞ്ഞത്. എന്താ ഈ സ്പോണ്ടേനിയസ് റിയാക്ഷൻ? നമ്മൾ +2 കെമിസ്ട്രിയിൽ നമുക്കൊരു ചാപ്റ്റർ ഉണ്ട്, തെർമോഡൈനാമിക്സ്. അതിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ് സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ. അതായത് പെട്ടെന്ന് നടക്കുന്ന റിയാക്ഷൻസ്, അതാണ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ. എക്സ്റ്റേണൽ ഏജൻസികളുടെ ഒന്നും സഹായമില്ലാതെ നടക്കുന്ന റിയാക്ഷനാണ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ. നമുക്കറിയാം ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെല്ലിൽ നമ്മൾ ആ ഇലക്ട്രോലൈറ്റിലോട്ട് നമ്മുടെ ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്ത് ഇവരെ ഒന്ന് കണക്ട് ചെയ്താൽ അപ്പം തന്നെ കെമിക്കൽ റിയാക്ഷൻ എന്ത് ചെയ്യും? സ്റ്റാർട്ട് ചെയ്യും. അതായത് ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായം അവിടെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഗാൽവാനിക് സെല്ലിലെ റിയാക്ഷൻസ് എല്ലാം സ്പോണ്ടേനിയസാണ്, പെട്ടെന്ന് നടക്കും. എക്സ്റ്റേണൽ ഏജൻസിയുടെ ആവശ്യമില്ല. ഇനി ഇവിടെ എന്താ നടക്കുന്നത്? കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? കൺവേർട്ട് ചെയ്യുകയാണ്. അതേസമയത്ത് ഇലക്ട്രോലിറ്റിക് സെല്ലിലോ അവിടെ ഒരു നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷനാണ്. അതായത് ആ റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഒരു എക്സ്റ്റേണൽ ഏജൻസിന് ആവശ്യമുണ്ട്. ഈ എക്സ്റ്റേണൽ ഏജൻസി ആരാ? നമ്മളല്ലേ ആ സർക്യൂട്ടിലോട്ട് എക്സ്റ്റേണൽ കറണ്ട് അല്ലെങ്കിൽ ബാറ്ററി കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ബാറ്ററി അല്ലെങ്കിൽ ആ എക്സ്റ്റേണൽ പവർ സപ്ലൈ കാരണം ഇതെന്താ? നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷനാണ്. കാരണം നമ്മൾ ആ പവർ സപ്ലൈ കൊടുത്താൽ മാത്രമേ കെമിക്കൽ റിയാക്ഷൻ എന്ത് ചെയ്യത്തുള്ളൂ? സ്റ്റാർട്ട് ചെയ്തുള്ളൂ. അപ്പോൾ അവിടെ ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ ആവശ്യം വേണ്ടി വന്നില്ലേ? അതുകൊണ്ടാണ് അത് നോൺ സ്പോണ്ടേനിയസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നടക്കുന്ന എന്താ? ഹിയർ ഇലക്ട്രിസിറ്റി ഈസ് യൂസ്ഡ് ടു ഡ്രൈവ് ദ റിയാക്ഷൻ ആൻഡ് കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി. അപ്പം നമ്മുടെ ഏത് സെല്ലിൽ? ഇലക്ട്രോലിറ്റിക് സെല്ലിൽ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു? കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അപ്പോൾ ഇത് പറഞ്ഞത് ക്ലിയർ ആണോ എല്ലാവർക്കും? നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് അല്ലെങ്കിൽ അടുത്ത സെക്ഷനിലോട്ടൊന്ന് പോയാലോ. ഇനി ഈ ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ കുറിച്ചാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടത്. നമ്മൾ പറഞ്ഞ ഡെഫിനേഷൻ പോലെ തന്നെ എന്താ? ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി ത്രൂ റിഡോക്സ് റിയാക്ഷൻ. ആ ഒരു വാക്ക് ഇമ്പോർട്ടൻ്റാണ്, റിഡോക്സ് റിയാക്ഷൻ. ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ല് അല്ലെ ഒരു ഡാനിയൽ സെല്ലിൽ നമ്മൾ എന്ത് ചെയ്യുക? കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. എന്ത് പ്രോസസ്സ് വഴി? റിഡോക്സ് റിയാക്ഷൻ. എന്താ ഈ റിഡോക്സ് റിയാക്ഷൻ? നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് ഓക്സിഡേഷൻ, റിഡക്ഷൻ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ് ഓക്സിഡേഷൻ. അതേ സമയത്ത് ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ വാങ്ങിക്കുവാണെങ്കിൽ അതാണ് എന്ത്? റിഡക്ഷൻ. ഈ ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുവാണെങ്കിൽ, സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുവാണെങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷനെ വിളിക്കുന്ന പേരാ എന്ത്? റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ ഒരു റിഡോക്സ് റിയാക്ഷൻ്റെ ഭാഗമായിട്ട് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഏത്? ഇലക്ട്രോ കെമിക്കൽ സെല്ല്, അല്ലെങ്കിൽ നമ്മൾ ഡാനിയൽ സെൽ എന്നും പറയും, വോൾട്ടായിക് സെൽ എന്ന് പറയും. ഓക്കെ, ഇനി ഇതാണ് നമ്മൾ പണ്ട് തൊട്ടേ കാണുന്ന നമ്മുടെ ഡാനിയൽ സെൽ അല്ലെങ്കിൽ ഗാൽവാനിക് സെല്ലിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കിയാലോ. നോക്കിയേ, ഒരു സൊല്യൂഷനുണ്ട്. എന്തിൻ്റെ? സിങ്കിൻ്റെ ഒരു സൊല്യൂഷനുണ്ട്. ഒരു സിങ്കിൻ്റെ ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. കോപ്പറിൻ്റെ ഇലക്ട്രോഡ് ഉണ്ട്. ആ കോപ്പറിൻ്റെ ഇലക്ട്രോഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റേണൽ ഒരു കോപ്പർ വയർ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇൻറ്റേർണലി ഇവരെ ഒരു സോൾട്ട് ബ്രിഡ്ജ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. പരീക്ഷയ്ക്ക് സാധാരണ നമ്മുടെ സോൾട്ട് ബ്രിഡ്ജ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഗാൽവാനിക് സെല്ലിൻ്റെ ഫിഗർ വരയ്ക്കാൻ ചോദിക്കും. അപ്പം നമുക്ക് തന്നെത്താനൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണ്ടേ? അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. അപ്പം
ഡാനിയൽ സെൽ അല്ലെങ്കിൽ ഗാൽവാനിക് സെല്ലിൻ്റെ ബേസിക് അറേഞ്ച്മെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? ഒരു ബീക്കർ, ആ ബീക്കറിൽ നമ്മൾ ആരെ എടുത്തിട്ടുണ്ട്? സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ഈ സഡൻ SO4 സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആണേ. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു സിങ്കിൻ്റെ ഇലക്ട്രോഡ്, ഇതൊരു സിങ്കിൻ്റെ ഇലക്ട്രോഡാണ്, ഡിപ്പ് ചെയ്തിരിക്കുക. ഇനി നമുക്ക് വേറെ ആരുമുണ്ട്? ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ട്, ഇതുപോലെ തന്നെ. അതിൽ നമ്മൾ ആരെ ഡിപ്പ് ചെയ്തിട്ടുണ്ട്? ഒരു കോപ്പറിൻ്റെ ഇലക്ട്രോഡിനെ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ഡാനിയൽ സെൽ അല്ലെങ്കിൽ ഒരു ഗാൽവാനിക് സെൽ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? ഒരു സിങ്ക് റോഡിനെ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലും കോപ്പർ റോഡിനെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലും ഡിപ്പ് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക? ഇവർ രണ്ടുപേരും, ഈ രണ്ട് സൊല്യൂഷൻസിനെ ഇൻറ്റേർണലി നമ്മൾ എന്ത് ചെയ്യുക? ഒരു സോൾട്ട് ബ്രിഡ്ജ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ സോൾട്ട് ബ്രിഡ്ജ്. സോൾട്ട് ബ്രിഡ്ജ് വെച്ച് കണക്ട് ചെയ്യാം. ഇനി എന്ത് ചെയ്യുക? ഇവരെ എക്സ്റ്റേണലി എന്ത് ചെയ്യുക? ഒരു കോപ്പർ വയർ വെച്ച് കണക്ട് ചെയ്യാം. ഒരു കോപ്പർ വയർ ആണെങ്കിൽ ഇവിടെ നമ്മളെ ഗാൽവനോമീറ്റർ എല്ലാം കണക്ട് ചെയ്യുക, കറണ്ടിൻ്റെ ഡിഫ്ലക്ഷൻ മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ ഗാൽവാനിക് സെല്ലിൻ്റെ ബേസിക് സ്ട്രക്ചർ. നോക്കി, ഒരു സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തു, കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഡിപ്പ് ചെയ്തു, ഇൻറ്റേർണലി ഇവരെ സോൾട്ട് ബ്രിഡ്ജ് വെച്ച് കണക്ട് ചെയ്തു, എക്സ്റ്റേണലി ഒരു കോപ്പർ വയറും ഗാൽവനോമീറ്ററും വെച്ച് കണക്ട് ചെയ്തു. അപ്പോൾ ഈ സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യുവാണെങ്കിൽ ഈ ഗാൽവനോമീറ്ററിലെ നീഡിൽസ് എന്ത് ചെയ്യും? ഡിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി ഒരു ഗാൽവാനിക് സെല്ലിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒരു ആനോഡും ഉണ്ട്, ഒരു കാഥോഡും ഉണ്ട്. ഇനി എന്താ ഈ ആനോഡ്, എന്താ ഈ കാഥോഡ്? ഏത് ഇലക്ട്രോഡിലാണോ ഓക്സിഡേഷൻ നടക്കുന്നത്? നമ്മൾ പറഞ്ഞു ഗാൽവാനിക് സെല്ലിൽ എന്തുണ്ട്? റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നുണ്ട്, അതായത് റിഡക്ഷന് ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. ഏത് ഇലക്ട്രോഡിലാണോ ഓക്സിഡേഷൻ നടക്കുന്നത് ആ ഇലക്ട്രോഡിനെ നമ്മൾ എന്ത് വിളിക്കും? ആനോഡ് എന്ന് വിളിക്കും. ആ ആനോഡിൻ്റെ ചാർജ് മൈനസ് ആയിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അടുത്ത് ഇനി എവിടെയാണോ റിഡക്ഷൻ നടക്കുന്നത് ആ ഇലക്ട്രോഡിനെ നമ്മൾ എന്തായിട്ട് എടുക്കും? കാഥോഡായിട്ട് എടുക്കും. കാഥോഡിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ ഒരു ഗാൽവാനിക് സെല്ലിൽ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത് സിങ്ക് റോഡും കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാ? കോപ്പറിൻ്റെ ഇലക്ട്രോഡുമാണ്. ഇനി ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എങ്ങനെയാണ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കിയാലോ? ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ഗാൽവാനിക് സെല്ലിൽ ആനോഡിലാണ് ഓക്സിഡേഷൻ നടക്കുക. ഇവിടെ ആരാ ആനോഡ്? നമ്മുടെ സിങ്ക് അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ സിങ്കിൻ്റെ ഇലക്ട്രോഡ്, ആ ഇലക്ട്രോഡ് മുഴുവൻ സിങ്കിൻ്റെ ആറ്റംസ് അല്ലേ. ആ സിങ്ക് ആറ്റംസ് എന്ത് ചെയ്യും? ഓക്സിഡൈസ് ചെയ്തിട്ട് സിങ്ക് 2+ ആയി മാറും. എന്നിട്ട് 2 ഇലക്ട്രോണെ റിലീസ് ചെയ്യും. നമുക്കറിയാമല്ലോ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലോസ് ഓഫ് ഇലക്ട്രോണാണ്. ഈ ഇലക്ട്രോഡിലെ സിങ്കിൻ്റെ ആറ്റംസ് എന്ത് ചെയ്യും? 2 ഇലക്ട്രോണെ റിലീസ് ചെയ്തിട്ട് സിങ്ക് 2+ ആയിട്ട് മാറും. ഇതാണ് ഓക്സിഡേഷൻ. ഇവിടെ നോക്കിക്കേ, ഈ സിങ്ക് 2+ ആയിട്ട് മാറി. ഈ സിങ്ക് 2+ മുഴുവൻ എങ്ങോട്ട് പോരും? സൊല്യൂഷൻ്റെ അകത്തോട്ട് ഈ സിങ്ക് 2+ മുഴുവൻ വീഴും. കൂടെ റിലീസ് ചെയ്ത ഇലക്ട്രോൺ ഇല്ലേ, ആ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഈ പറയുന്ന കോപ്പർ വയർ വഴി എന്ത് ചെയ്യും? കോപ്പറിൻ്റെ ഇലക്ട്രോഡിൻ്റെ അടുത്തോട്ട് പോവും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ആനോഡിലെ സിങ്ക് ഇലക്ട്രോഡിലെ സിങ്കിൻ്റെ ആറ്റംസ് ഓക്സിഡേഷൻ സംഭവിച്ച് സിങ്ക് 2+ഉം 2 ഇലക്ട്രോണുമായിട്ട് മാറും. ഈ സിങ്ക് 2+ നേരെ എന്ത് ചെയ്യും? സൊല്യൂഷൻസിലോട്ട് വീഴും. ഈ ഇലക്ട്രോൺ ഉണ്ടല്ലോ, 2 ഇലക്ട്രോൺസ്,
ആ ഇലക്ട്രോണ് ഈ വയറ് വഴി എങ്ങോട്ട് പോകും? കോപ്പർ ഇലക്ട്രോഡിൻ്റെ അടുത്തോട്ട് പോകും. ഇനി കോപ്പറിൻ്റെ അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താ? ഈ സൊല്യൂഷൻ നമ്മൾ ആരെടുത്തിരിക്കുന്നത്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ അല്ലേ? അപ്പം കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ അതിന് ചാർജ് സെപ്പറേഷൻ ഉണ്ട്. കോപ്പർ 2+ SO4 2-. അതായത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്താൽ അതിൻ്റെ അകത്ത് അത് അതേപടി കോപ്പർ സൾഫേറ്റ് ആയിട്ടല്ല കാണുന്നത്, അത് ഡിസോസിയേറ്റ് ചെയ്താണ് കാണുന്നത്. കോപ്പർ 2+ SO4 2- ആയിട്ടാണ് കാണുന്നത്. അപ്പം ഈ സൊല്യൂഷൻസിൽ ആരുണ്ട്? കോപ്പർ 2+ ഇല്ലേ? ഈ കോപ്പർ 2+ നമ്മുടെ വരുന്ന ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും അല്ലെങ്കിൽ ഗെയിൻ ചെയ്തിട്ട് എന്തായി മാറും? കോപ്പറിൻ്റെ ആറ്റമായിട്ട് മാറും. ആ ആറ്റം പോയി എന്ത് ചെയ്യും? നമ്മുടെ കോപ്പർ ഇലക്ട്രോഡിൻ്റെ മുകളിൽ എന്ത് ചെയ്യും? ഈ കോപ്പറിൻ്റെ ആറ്റംസ് പോയി എന്ത് ചെയ്യും? ഡിപ്പോസിറ്റ് ചെയ്യും. ഇതാണ് കോപ്പർ ഇലക്ട്രോഡിൽ നടക്കുന്നത്. ഒന്നുകൂടെ പറയാം. ആനോഡിൽ നിന്ന് വരുന്ന ഇലക്ട്രോണിനെ സൊല്യൂഷനിലുള്ള ആര്? കോപ്പർ 2+ ആ വരുന്ന 2 ഇലക്ട്രോണിനെ വാങ്ങിച്ച് എന്തായിട്ട് മാറും? കോപ്പറിൻ്റെ ആറ്റമായി മാറും. ആ കോപ്പറിൻ്റെ ആറ്റംസ് പോയി ഈ കോപ്പർ ഇലക്ട്രോഡിൻ്റെ മുകളിൽ പോയി ഡിപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, പറഞ്ഞത് ക്ലിയർ ആണോ? അപ്പം ഇതാണ് ഇവിടെ നടക്കുന്ന പരിപാടി. അപ്പം ശരിക്കും നോക്കിക്കേ, ഇലക്ട്രോണിൻ്റെ ഫ്ലോ എവിടെ നിന്ന് എങ്ങോട്ടാണ് നടന്നേ? സിങ്കിൻ്റെ ഇലക്ട്രോഡിൻ്റെ അവിടുന്ന് കോപ്പറിൻ്റെ അവിടോട്ടാണ് ഇലക്ട്രോൺ ഫ്ലോ ചെയ്തത് അല്ലേ? ഇലക്ട്രോൺ ഫ്ലോ ചെയ്തേണ്ട ഈ ഒരു ഡയറക്ഷനിലാണ് ആണേ. ഇനി നമ്മൾ എപ്പോഴും പറയാറുണ്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിൻ്റെ എന്താ? ഫ്ലോയാണ് കറണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് ഇലക്ട്രോൺ ശരിക്കും ഫ്ലോ ചെയ്തത് നെഗറ്റീവ് ആനോഡിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള കാഥോഡിലോട്ടാണ്. പക്ഷെ നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ പറയുമ്പം ഇലക്ട്രോൺ ഫ്ലോയുടെ നേരെ ഓപ്പോസിറ്റ് സൈനേ പറയുള്ളൂ. അതായത് ഇലക്ട്രോൺ ഫ്ലോ ചെയ്തത് നെഗറ്റീവ് സൈഡിൽ നിന്നും പോസിറ്റീവിലോട്ടാണ് എങ്കിലും കറണ്ടിൻ്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവ്. അതായത് കറണ്ട് എങ്ങോട്ടായിരിക്കും? ഈ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ ഫ്ലോ കാരണം നമ്മുടെ ഗാൽവനോമീറ്റർ എന്ത് ചെയ്യും? ഡിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. അതാണ് നമ്മൾ പറയുന്നത് ഇവിടെ ഈ കെമിക്കൽ റിയാക്ഷൻസ് വഴി എന്തുണ്ടായി? കറണ്ട് ഉണ്ടായി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും പറഞ്ഞാൽ എല്ലാവർക്കും ക്ലിയർ ആണോ? ഇനി നമുക്ക് നോക്കേണ്ട ഒരു കാര്യം ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണ്? എന്താ ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? നമ്മൾ ഫിസിക്സിലൊക്കെ ഒരുപാട് കേൾക്കുന്ന ഒരു ടേമാണ് പൊട്ടൻഷ്യൽ. അപ്പം നമുക്ക് നമ്മുടെ ഗാൽവാനിക് സെല്ലിൻ്റെ ഫിഗർ ഒന്നുകൂടെ വരയ്ക്കാം. ഇത് നമ്മുടെ സോൾട്ട് ബ്രിഡ്ജ്. എക്സ്റ്റേണലി ഇവരെ നമ്മൾ എന്ത് ചെയ്തു? ഈ ഗാൽവനോമീറ്റർ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഈസി വേ ആണ് വരയ്ക്കാനുള്ളത്. ഇനി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്ന് വെച്ചാൽ എപ്പോഴൊക്കെ ഒരു ഇലക്ട്രോഡ് അതിൻ്റെ തന്നെ ഇലക്ട്രോലൈറ്റുമായിട്ട് കമ്മിൻ കോണ്ടാക്റ്റ് ചെയ്യുമ്പം അതിനൊന്നെങ്കിൽ ഇലക്ട്രോണെ ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇലക്ട്രോണെ ഗെയിൻ ചെയ്യാനോ ഉള്ളൊരു ടെൻഡൻസി വരും. അതായത് നമ്മുടെ ഗാൽവാനിക് സെല്ലിൽ തന്നെ സിങ്ക് റോഡ് നമ്മൾ എവിടെ മുക്കിയിരിക്കുന്നത്? സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലാണ്. കോപ്പറിൻ്റെ ഇലക്ട്രോഡ് എവിടെ ഡിപ്പ് ചെയ്തിരിക്കുന്നത്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലാണ്. അപ്പം ഒരു ഇലക്ട്രോഡ് അതിൻ്റെ തന്നെ സൊല്യൂഷനിലാണ് ഡിപ്പ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഇലക്ട്രോഡിന് ഒന്നെങ്കിൽ ഇലക്ട്രോണെ ലോസ് ചെയ്യാനുള്ള ടെൻഡൻസി വരും, അല്ലെങ്കിൽ ഇലക്ട്രോണെ എന്ത് ചെയ്യും? ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി വരും. ഈ ടെൻഡൻസിയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇനി നമുക്കറിയാമല്ലോ നമ്മുടെ സിങ്കിനാണ് എന്ത് സംഭവിച്ചത്? ഓക്സിഡേഷൻ സംഭവിച്ചത്. കോപ്പറിനാണ് എന്ത് സംഭവിച്ചത്? റിഡക്ഷൻ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഗാൽവാനിക് സെല്ലിനെ 2 ഹാഫ് സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഇത് ഞാനൊരു ഇമാജിനറി ലൈൻ വരയ്ക്കുകയാണ്. ഒരു സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിരിക്കുന്നു.
ഇവിടെ ഓക്സിഡേഷനാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പോർഷനെ നമ്മൾ എന്ത് വിളിക്കും? ഓക്സിഡേഷൻ ഹാഫ് സെല്ല് എന്ന് വിളിക്കും. ഇതൊരു ഹാഫ് സെല്ല്, ഒരു ഫുൾ സെല്ലിൻ്റെ നേരെ പകുതി. പക്ഷേ അവിടെ ഓക്സിഡേഷൻ നടക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് പറയും? ഇതൊരു ഓക്സിഡേഷൻ ഹാഫ് സെല്ലാന്ന് പറയും. അതേ സമയത്ത് ഇവിടെ എന്താ നടക്കുന്ന? കോപ്പറിൽ റിഡക്ഷനാണ്. കോപ്പർ ഇലക്ട്രോണിനെ വാങ്ങിച്ച് ഡിപ്പോസിറ്റ് ചെയ്യുക, കോപ്പർ 2+ അയോൺ. അതുകൊണ്ട് ഇവിടെ റിഡക്ഷൻ നടക്കുന്നതുകൊണ്ട് ഈ സെല്ലിനെ വിളിക്കുന്ന പേരാ എന്ത്? റിഡക്ഷൻ ഹാഫ് സെൽ. ഓക്കെ, അപ്പോൾ ഒരു ഡാനിയൽ സെൽ എന്ന് പറഞ്ഞാൽ 2 ഹാഫ് സെല്ലുകൾ മേർജ് ചെയ്യുന്നതാണ്. ഒരു ഓക്സിഡേഷൻ ഹാഫ് സെല്ലും ഒരു റിഡക്ഷൻ ഹാഫ് സെല്ലും. അപ്പം ഓക്സിഡേഷൻ ഹാഫ് സെല്ലും റിഡക്ഷൻ ഹാഫ് സെല്ലും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ ഡാനിയൽ സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെല്ല് ഉണ്ടാവുന്നത്. പറഞ്ഞത് ക്ലിയർ ആണോ? അടുത്തോട്ട് പോയാലോ? ഇനി ഒരു ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ ഒരു വോൾട്ടായിക് സെല്ലിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നോക്കിക്കേ, കൺവേർട്ട് കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. ഫസ്റ്റ് ഫീച്ചർ അതാ. ഗാൽവാനിക് സെല്ല് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. സെക്കൻഡ്, ആ റിയാക്ഷൻ എന്താ? സ്പോണ്ടേനിയസാണ്, അത് പെട്ടെന്ന് നടക്കുന്നതാണ്. എക്സ്റ്റേണൽ ഏജൻസി ഒന്നും ആവശ്യമില്ല. തെർമോഡൈനാമിക്സ് നമ്മൾ പറയുന്നുണ്ട്, ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ അതിൻ്റെ ഫ്രീ എനർജിയാണ് ആര്? ഡെൽറ്റ ജി. അതിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കണം. അതാണ് <0 എന്ന് പറയുന്നത്. 3, ഈ ആനോഡിൻ്റെ സൈൻ എന്തുവായിരുന്നു നമ്മൾ എടുത്തത്? നെഗറ്റീവ് അല്ലേ? അതുപോലെ കാഥോഡിൻ്റെ സൈൻ എന്തായിരുന്നു? പോസിറ്റീവാണ്. ഇലക്ട്രോണിൻ്റെ ഫ്ലോ നടക്കുന്നത് എവിടുന്നാ? ആനോഡിൽ നിന്ന് കാഥോഡിലോട്ടിലാണ്. അതും എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി ആണേ. പക്ഷെ കറണ്ടിൻ്റെ ഫ്ലോ പറയുമ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് പറയുന്നത്. കറണ്ടിൻ്റെ ഫ്ലോ കാഥോഡിൽ നിന്ന് എങ്ങോട്ട്? ആനോഡിലോട്ടാണ് നടന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇന്നത്തെ ഏറ്റവും കേട്ടൊരു ടേമാണ് സോൾട്ട് ബ്രിഡ്ജ്. എന്താ ഈ സോൾട്ട് ബ്രിഡ്ജ്? ഇൻറ്റേർണലി നമ്മൾ ഈ 2 ഹാഫ് സെല്ലിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് സോൾട്ട് ബ്രിഡ്ജ് വഴിയാണ്. എന്താ ഈ സോൾട്ട് ബ്രിഡ്ജ്? ഇതിൻ്റെ ഫങ്ഷൻ എന്താ? ഈ സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇതൊരു ഗ്ലാസ് ട്യൂബാണ്. നമ്മൾ സോൾട്ട് ബ്രിഡ്ജ് വരച്ചപ്പം നമ്മൾ ഒരു യു ഷേപ്പ് സ്ട്രക്ചറാണ് സോൾട്ട് ബ്രിഡ്ജിന് വരച്ചത്. അതായത് സോൾട്ട് ബ്രിഡ്ജ് നമ്മൾ വേണ്ട ഇങ്ങനെ കണക്ട് ചെയ്ത് വരച്ചത്. ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഈ സോൾട്ട് ബ്രിഡ്ജ് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്ലാസ് ട്യൂബാണ്, യു ഷേപ്പുള്ള ഒരു ഗ്ലാസ് ട്യൂബാണ്. ഈ ഗ്ലാസ് ട്യൂബിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് സൊല്യൂഷൻസ് ഫിക്സ് ചെയ്യും. അതായത് KCl പോലുള്ള, അതായത് KClൻ്റെ പ്രത്യേകത എന്താ? K+ഉം Cl-. KCl പോലുള്ള ഐസോ ഇലക്ട്രോണിക് സൊല്യൂഷൻ. എന്താ ഈ ഐസോ ഇലക്ട്രോണിക്? ഐസോ ഇലക്ട്രോണിക് സൊല്യൂഷൻ. KCl എന്ന് പറഞ്ഞാൽ കെയുടെ ചാർജ് പ്ലസ് അല്ലേ? Cl ബ്രേക്ക് ചെയ്താൽ Clൻ്റെ ചാർജ് Cl- ആവും. K+ൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 18 ഇലക്ട്രോണേ ഉള്ളൂ. നമുക്കറിയാം പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 19. പക്ഷെ പ്ലസ് വന്നതിൻ്റെ അർത്ഥം എന്താ? ഒരു ഇലക്ട്രോണെ നഷ്ടപ്പെട്ടു. ബാക്കി 18 ഇലക്ട്രോൺ ആർക്കുണ്ട്? K+നുണ്ട്. Cl- ക്ലോറിൻ്റെ ചാർജ് അറ്റോമിക് നമ്പർ എത്രയാവും? 17. പക്ഷേ ഒരു മൈനസ് ചാർജ് വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ക്ലോറിൻ ഒരു ഇലക്ട്രോണേയും കൂടെ എന്ത് ചെയ്തു? വാങ്ങിച്ചു. അപ്പം ക്ലോറിൻ്റെ മൊത്തം എത്ര ഇലക്ട്രോൺ ആയി? 18 ആയി ഇല്ലേ? അപ്പം ഇവരുടെ 2 പേരുടെയും ഇലക്ട്രോൺസ് സെയിം ആയില്ലേ? അപ്പം ഇങ്ങനെയുള്ള സൊല്യൂഷൻസാണ് ഐസോ ഇലക്ട്രോണിക് സൊല്യൂഷൻ. അപ്പോൾ ഈ ഗ്ലാസ് ട്യൂബിൻ്റെ അകത്ത് ഐസോ ഇലക്ട്രോണിക് സൊല്യൂഷൻസ് ആയ KCl, അഗർ ഇതുപോലുള്ള സൊല്യൂഷൻസൊക്കെ എന്ത് ചെയ്യുക? ഹീറ്റ് ചെയ്ത് ഫില്ല് ചെയ്ത് വെക്കുക. ഫില്ല് ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കിന് അതാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? നമ്മുടെ സോൾട്ട് ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പം വേറൊന്നുമില്ല, സോൾട്ട് ബ്രിഡ്ജ് പ്രിപ്പയർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒരു യു ഷേപ്പ് ഗ്ലാസ് ട്യൂബ് എടുക്കുക, അതിൻ്റെ അകത്ത് ഐസോ ഇലക്ട്രോണിക് ആയിട്ടുള്ള KClഉം അഗർ എന്നൊക്കെ പറയുന്ന സൊല്യൂഷൻസിനെ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്ത് കൂൾ ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സോൾട്ട് ബ്രിഡ്ജ് കിട്ടും. ഇനി ഈ സോൾട്ട് ബ്രിഡ്ജിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1, ഇറ്റ് മെയിൻറ്റെയിൻസ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. നമ്മുടെ ഡാനിയൽ സെല്ലിൻ്റെ 2 ബീക്കറില്ലേ? 2 ബീക്കറിൽ സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ, കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഇവിടെ ചാർജിൻ്റെ ബാലൻസ് ചെയ്യുക. അതായത് ഒരിടത്ത് ചിലപ്പം നമുക്കറിയാം, നമുക്കൊന്നുകൂടെ ഒന്ന് ഫിഗർ വരയ്ക്കാം.
സിങ്ക് സൾഫേറ്റ് സൊല്യൂഷന്, കോപ്പർ ഇലക്ട്രോഡ്, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ഓക്സിഡേഷൻ വഴി സിങ്ക് 2+ എല്ലാം ഈ സൊല്യൂഷൻ്റെ അകത്തോട്ട് വരും. ഇവിടെ ഉണ്ടായിരുന്ന കോപ്പർ 2+ ഇലക്ട്രോഡെ പോയി ഡിപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും. ആണേ, അപ്പം ശരിക്കും പറഞ്ഞാൽ സിങ്ക് ഇലക്ട്രോഡിൻ്റെ അവിടെ ഗാൽവാനിക് സെല്ലിൻ്റെ നമ്മുടെ സോൾട്ട് ബ്രിഡ്ജ്. ഓക്കെ, അപ്പോൾ ഓക്സിഡേഷൻ വഴി ശരിക്കും പറഞ്ഞാൽ ഈ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ സിങ്ക് 2+ൻ്റെ എമൗണ്ട് കൂടും. അതായത് പോസിറ്റീവ് ചാർജ് മുഴുവൻ എന്ത് ചെയ്യുക, കൂടുക. അതേ സമയത്ത് കോപ്പർ സൾഫേറ്റിന് എന്ത് ചെയ്യുക, കോപ്പർ മുഴുവൻ എന്ത് ചെയ്തു, ഇലക്ട്രോഡെ പോയി ഡിപ്പോസിറ്റ് ചെയ്തു. ബാക്കി ആ സൊല്യൂഷനിൽ ഇനി ആരേ ഉള്ളൂ, സൾഫേറ്റ് SO4 2-. അപ്പോൾ അവിടെ എന്ത് വരും, നെഗറ്റീവ് ചാർജിൻ്റെ എക്സസ് വരത്തില്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇലക്ട്രോഡിൻ്റെ ഒരു ഭാഗത്ത് മുഴുവൻ പോസിറ്റീവ് ചാർജും അക്യുമുലേറ്റ് ചെയ്യും, മറ്റേ ബീക്കറിൽ നെഗറ്റീവ് ചാർജും അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ റിയാക്ഷൻ തീർന്നു പോകും. അപ്പോൾ ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സോൾട്ട് ബ്രിഡ്ജിലുള്ള K+ഉം Cl- എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് ചാർജുള്ള സൊല്യൂഷൻസിലോട്ട് എന്ത് ചെയ്യും, മൈഗ്രേറ്റ് ചെയ്യും. അങ്ങനെ സൊല്യൂഷൻ്റെ ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യും. ഇതാണ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യും, ഈ പറഞ്ഞ സോൾട്ട് ബ്രിഡ്ജ് ഹെൽപ്പ് ചെയ്യും. 2, ഇറ്റ് കംപ്ലീറ്റ് ദി സർക്യൂട്ട്, ആ സർക്യൂട്ടിനെ കംപ്ലീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. 3, പ്രിവെൻറ്റ് ദ മിക്സിംഗ് ഓഫ് സൊല്യൂഷൻ, 2 സൊല്യൂഷൻസിനെ തമ്മിൽ പരസ്പരം മിക്സിംഗ് ഇല്ല, പക്ഷെ അവരുടെ ന്യൂട്രാലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യാനും ഇതെന്ത് ചെയ്യും, സഹായിക്കും. 4, അലൗ ദ മൂവ്മെൻറ്റ് ഓഫ് അയോൺസ് K+ ആൻഡ് Cl-. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു ഈ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി Cl- അയോൺ, അതായത് നെഗറ്റീവ് ചാർജുള്ള Cl സിങ്കിൻ്റെ അവിടോട്ട് മൈഗ്രേറ്റ് ചെയ്യും, പോസിറ്റീവ് ചാർജുള്ള K+ എങ്ങോട്ടും മൈഗ്രേറ്റ് ചെയ്യും, കോപ്പർ സൾഫേറ്റിൻ്റെ ബീക്കറിലോട്ട് മൈഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു മൈഗ്രേഷനും ആര് ഹെൽപ്പ് ചെയ്യും, നമ്മുടെ സോൾട്ട് ബ്രിഡ്ജ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമ്മൾ പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ, അല്ലെങ്കിൽ ഒരു സെല്ലിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഡാനിയൽ സെല്ലിൽ സിങ്ക് ഇലക്ട്രോഡിൽ എന്ത് സംഭവിക്കും, ഓക്സിഡേഷൻ നടന്ന് സിങ്ക് 2+ ആവും, 2 ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ. സിങ്ക് 2 ഇലക്ട്രോണെ ലൂസ് ചെയ്ത് സിങ്ക് 2+ ആയി മാറി, ആ സിങ്ക് 2+ നേരെ എന്ത് ചെയ്യും, സൊല്യൂഷനിലോട്ട് പോകും. അതേ സമയത്ത് കാഥോഡിൽ എന്താ സംഭവിച്ചേ, ഈ വരുന്ന 2 ഇലക്ട്രോണിനെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലുള്ള കോപ്പർ 2+ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. എന്നിട്ട് എന്തായിട്ട് മാറും, റെഡ്യൂസ് ചെയ്ത് കോപ്പർ ആറ്റമായി മാറി ആ കോപ്പർ ഇലക്ട്രോഡിൻ്റെ മുകളിൽ പോയി എന്ത് ചെയ്യും, ഡിപ്പോസിറ്റ് ചെയ്യും. ആണേ, അപ്പം ഈ ഒരു റിയാക്ഷൻ നടക്കുന്ന സെല്ലിനെ നമുക്കൊരു ചെറിയൊരു റെപ്രസെൻറ്റേഷൻ ചെയ്യാം. അതായത് ഒരു ഡാനിയൽ സെല്ലിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ നോക്കി, സിങ്ക് എന്തായിട്ട് മാറി, സിങ്ക് 2+ ആയില്ലേ. അപ്പം അതിനെ സിങ്ക്/സിങ്ക് 2+, പാനോടായി. സിങ്ക് എന്തായിട്ട് മാറി, സിങ്ക് 2+ ആയി. ഇനി ഒരു ഡബിൾ സ്ലാഷ് വരയ്ക്കാം. ഈ ഡബിൾ സ്ലാഷ് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാ, സോൾട്ട് ബ്രിഡ്ജ്. ഇനി എന്ത് ചെയ്യാം, കാഥോഡിൻ്റെ സൈഡ് ചെയ്താൽ കാഥോഡിൽ ആരായിട്ടാണ് മാറിയേ, കോപ്പർ 2+ കോപ്പറായിട്ട് മാറി. അപ്പോൾ അതിനെ എങ്ങനെ എഴുതുന്നത്, കോപ്പർ 2+ കോപ്പറായിട്ട് മാറി. ഇതാണ് നമ്മുടെ ഡാനിയൽ സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ. എങ്ങനെ എഴുതണ്ടേ, ഓക്സിഡേഷൻ തന്ന ആൾ അല്ലെങ്കിൽ ഓക്സിഡേഷൻ നടന്ന ആൾ ആ ഇലക്ട്രോഡിനെ ലെഫ്റ്റ് സൈഡിൽ എഴുതുക, റിഡക്ഷൻ നടന്ന ആളെ എന്ത് ചെയ്യുക, റൈറ്റ് സൈഡിൽ എഴുതുക. നടുക്ക് ഒരു ഡബിൾ സ്ലാഷ് കൊണ്ട് സോൾട്ട് ബ്രിഡ്ജിനെ റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, ഇതിനെ വേറൊരു രീതിയിൽ നമുക്ക് എഴുതാം. അതായത് സിങ്ക്/സിങ്ക് സൾഫേറ്റ് ഡബിൾ സ്ലാഷ്. ഈ സിങ്ക് 2+ എങ്ങോട്ടാണ് പോയത്, നമ്മുടെ സൊല്യൂഷനിലല്ലേ, ആ സൊല്യൂഷൻ ആരാണെന്ന് എഴുതിയാൽ മതി, സിങ്ക് 2+. അപ്പുറത്ത് കോപ്പർ 2+ / കോപ്പർ സൾഫേറ്റ്. ഇങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ, ഇപ്പോൾ 2 രീതിയുണ്ട്. ഈ 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സെല്ലിനെ റെപ്രസെൻ്റ് ചെയ്യാം.
പരീക്ഷയ്ക്ക് സെൽ നൊട്ടേഷൻ അല്ലെങ്കിൽ ഒരു സെല്ലിനെ റെപ്രസെൻ്റ് ചെയ്യാന്നുള്ള ക്വസ്റ്റിന് കമ്പൽസറി ആയിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്താലോ. ഫസ്റ്റ് ക്വസ്റ്റ്യന് ഗാൽവാനിക് സെൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്താ ഗാൽവാനിക് സെല്ല്? ഒരു കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. ഏത് പ്രോസസ്സ് വഴി? റിഡോക്സ് റിയാക്ഷൻ വഴി. ആ ഡിവൈസാണ് ആര്? ഗാൽവാനിക് സെല്ല്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ ഗാൽവാനിക് സെൽ ഈസ് റെപ്രസെൻറ്റഡ് ആസ് Mg/Mg2+/Ag+Ag. ഐഡൻറ്റിഫൈ ദി ആനോഡ് ആൻഡ് കാഥോഡ്. ഏറ്റവും എളുപ്പമാണ്. ഒരു സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ആനോഡിനെ എപ്പോഴും ലെഫ്റ്റ് സൈഡിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക, കാഥോഡിനെ എവിടെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക? റൈറ്റ് സൈഡിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഈ ഇക്വേഷൻ്റെ അകത്തെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ആരാ? ഓക്കെ, Mg/Mg2+. അതായത് അതിൻ്റെ അർത്ഥം എന്ത് ചെയ്തു? മഗ്നീഷ്യം എന്തായിട്ട് മാറി? Mg2+ ആയിട്ട് മാറി. 2 ഇലക്ട്രോണെ റിലീസ് ചെയ്തു. അപ്പം ഇതാണ് ആര്? നമ്മുടെ ആനോഡ്. ഓക്കെ, കാഥോഡിനെ എപ്പോഴും എന്ത് ചെയ്യത്തുള്ളൂ? റൈറ്റ് സൈഡിലേ റെപ്രസെൻ്റ് ചെയ്യത്തുള്ളൂ. അപ്പം നമ്മുടെ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താ? ഈ മഗ്നീഷ്യം റിലീസ് ചെയ്ത 2 ഇലക്ട്രോണെ ആര് മേടിക്കും? 2 Ag+, 2 ഇലക്ട്രോണെ വാങ്ങിച്ച് എന്തായി മാറും? 2 Ag ആയിട്ട് മാറും. ഓക്കെ, നമ്മൾ ബാലൻസ് ചെയ്യാനാണ് 2 ഇട്ടിരിക്കുന്നത്. കാരണം ഓൾറെഡി മഗ്നീഷ്യം 2 ഇലക്ട്രോണെ റിലീസ് ചെയ്യുന്നുണ്ട്. ഒരു സിൽവറിന് ശരിക്കും 1 ഇലക്ട്രോണെ മതി. പക്ഷേ ഈ 2 ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്ന കാരണം ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ഈ നമ്പർ ഇട്ടിരിക്കുന്നത്. നമ്മൾ സെൽ റെപ്രസെൻറ്റേഷൻ സമയത്ത് ഈ നമ്പേഴ്സിനെ ഒന്നും ഉപയോഗിക്കാറില്ല. ഓക്കെ, അപ്പം ലെഫ്റ്റ് സൈഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആനോടും റൈറ്റ് സൈഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആരാ? കാഥോഡുമാണ്. ഈ പറഞ്ഞ ക്ലിയർ ആണോ? അപ്പോൾ ആനോട് ചോദിച്ചാലും കാഥോഡ് ചോദിച്ചാലും എഴുതുമല്ലോ. നമുക്ക് അടുത്ത ദിവസം നോക്കാം. റെപ്രസെൻ്റ് ദി ഗാൽവാനിക് സെൽ ബേസ്ഡ് ഓൺ ദി സെൽ റിയാക്ഷൻ ഗിവൺ ബിലോ. ഇതൊരു സെൽ റിയാക്ഷൻ തന്നിരിക്കുക. ഓക്കെ, കോപ്പർ എന്തായിട്ട് മാറി? കോപ്പർ 2+ ആയി. Ag+ എന്തായി മാറി? Ag ആയിട്ട് മാറി. ഇതിൻ്റെ ആ സെല്ലിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം. എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്ത് നോക്കണം? ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്, ആർക്കാണ് റിഡക്ഷൻ സംഭവിച്ചത്? നോക്കിക്കേ, കോപ്പർ 2+ ആയി. അതിൻ്റെ അർത്ഥം കോപ്പറിനല്ലേ ഓക്സിഡേഷൻ സംഭവിച്ചേ. അപ്പോൾ ആ സെല്ലിനെ എങ്ങനെ എഴുതാം? കോപ്പർ/കോപ്പർ 2+. ഡബിൾ സ്ലാഷ്. ഓക്കെ, ഇവിടെ എന്ത് സംഭവിച്ചു? സിൽവർ റെഡ്യൂസ് ചെയ്ത് ആ ഇലക്ട്രോണിനെ വാങ്ങിച്ച് എന്തായി? സിൽവറിൻ്റെ ആറ്റമായി. അപ്പം Ag+ ബാർ എന്തായി? Ag ആയിട്ട് മാറി. ഇതേ ഉള്ളൂ. കോപ്പർ 2+ ആയി, Ag+ എന്തായി? Ag ആയി. ഇത്രയേ ഉള്ളൂ സെൽ റിയാക്ഷൻ. ഓക്കെ, ഹൗ ഡു എ ഗാൽവാനിക് സെൽ ഡിഫർ ഫ്രം ആൻ ഇലക്ട്രോലിറ്റിക് സെൽ? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആയത്. പക്ഷേ പല പ്രീവിയസ് ക്വസ്റ്റ്യൻസിലും ഈ ഒരു ചോദ്യം കണ്ടിട്ടുണ്ട്. അപ്പം എന്താ? ഗാൽവാനിക് സെല്ലിൽ എന്താ നടക്കുന്നത്? കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആവുന്നുണ്ട്. അതേസമയം ഇലക്ട്രോലിറ്റിക് സെല്ലിൽ ഇലക്ട്രിക്കൽ എനർജി എന്താവുന്നു? കെമിക്കൽ എനർജി ആകുന്നു. ഇതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഡാനിയൽ സെൽ കൺവേർട്ട് കെമിക്കൽ എനർജി ഡ്യൂറിങ് റിഡോക്സ് റിയാക്ഷൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഇപ്പോൾ ഒരു ഡാനിയൽ സെല്ലിൻ്റെ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഇത് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യനാണ്. ഐഡൻറ്റിഫൈ ദ ആനോഡ് ആൻഡ് കാഥോഡ്. എന്ത് എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ആനോഡിനെയും കാഥോഡിനെയും കണ്ടുപിടിക്കുക. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആർക്കാണോ ഓക്സിഡേഷൻ സംഭവിച്ചത് അവരാണ് എന്ത്? ആനോഡ്. ആർക്കാണോ റിഡക്ഷൻ സംഭവിച്ചത് അവരാ എന്ത്? കാഥോഡ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, സിങ്ക് എന്തായി മാറി? സിങ്ക് 2+ ആയി മാറി അല്ലേ? സിങ്ക് 2+ ആയി. എങ്ങനെ? 2 ഇലക്ട്രോണെ റിലീസ് ചെയ്തപ്പം. അപ്പം ഇതല്ലേ ഓക്സിഡേഷൻ? ഓക്സിഡേഷൻ നടക്കുന്ന എവിടാണോ അതാണ് എന്ത്? നമ്മുടെ ആനോഡ്. കാരണം ഇവിടെ എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ സംഭവിച്ചു. ഇനി അതേ സമയത്ത് നോക്കിക്കേ,
കോപ്പർ 2+ എന്തായി മാറി? കോപ്പറായി മാറി. അപ്പം കോപ്പർ 2+ 2 ഇലക്ട്രോണെ വാങ്ങിച്ച് എന്തായി മാറി? കോപ്പറായി മാറി. ഓക്കെ, ഇതാ ഏത്? ഇവിടെ എന്താ നടന്നേ? ഇലക്ട്രോണെ വാങ്ങിക്കുകയല്ലേ ചെയ്തത്. വാങ്ങിക്കുന്ന എന്താ? റിഡക്ഷനാണ്. റിഡക്ഷൻ നടക്കുന്നത് എപ്പോഴും എവിടാ? കാഥോഡില. റിഡക്ഷൻ ആൻഡ് ഇതാണെന്ത്? കാഥോഡ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഡാനിയൽ സെല്ലിൻ്റെ റിയാക്ഷനാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു കാര്യം കൂടെ പറയാണ്. ഒരു ഡാനിയൽ സെല്ലിൻ്റെ ആനോഡ് റിയാക്ഷനും കാഥോഡ് റിയാക്ഷനും പരീക്ഷയ്ക്ക് എഴുതാൻ ചോദിക്കും. അപ്പം ആനോഡിൽ നടക്കുന്നത് സിങ്ക് 2+ഉം 2 ഇലക്ട്രോണുമായി. കാഥോഡിൽ കോപ്പർ 2+ 2 ഇലക്ട്രോണിനെ വാങ്ങി എന്തായി? കോപ്പറായി. ഇതിൻ്റെ നെറ്റ് സെൽ റിയാക്ഷൻ എഴുതാൻ ചോദിച്ചാൽ നെറ്റ് സെൽ റിയാക്ഷൻ എഴുതാൻ ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കോമൺ ഉള്ള കാര്യങ്ങൾ ആദ്യമേ എന്ത് ചെയ്യണം? അങ്ങ് കട്ട് ചെയ്യണം. 2 ഇലക്ട്രോൺ ഉണ്ട്, 2 ഇലക്ട്രോൺ ഉണ്ട്, കട്ട് ചെയ്തു. ബാക്കി ഇനി ലെഫ്റ്റ് സൈഡിലുള്ളതിനെ ഒരുമിച്ച് എഴുതുക, റൈറ്റ് സൈഡിലുള്ളതിനെ ഒരുമിച്ച് എഴുതുക. ലെഫ്റ്റ് സൈഡിൽ ആരൊക്കെയുണ്ട്? സിങ്ക് പ്ലസ് കോപ്പർ 2+ ഗീവ്. പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ സിങ്ക് 2+ ഉണ്ട്, കോപ്പറും ഉണ്ട്. ഇതാണ് ഒരു ഡാനിയൽ സെല്ലിൻ്റെ ഓവറോൾ റിയാക്ഷൻ. ഈ കേസ് വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് കോമൺ ആയിട്ടുള്ളത് കട്ട് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ എഴുതുക, റൈറ്റ് സൈഡിൽ എഴുതുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡാനിയൽ സെല്ലിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ഇലക്ട്രോ കെമിക്കൽ സെല്ലും ഇലക്ട്രോലിറ്റിക് സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. ഗാൽവാനിക് സെല്ലിൻ്റെ സ്ട്രക്ചർ കണ്ടു, അതിലെ കെമിക്കൽ റിയാക്ഷൻസ് കണ്ടു, എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് കണ്ടു. പിന്നെന്താ ഇത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും എന്ത് ചെയ്തു? നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ എഴുതുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ട്യൂട്ടേഴ്സിൻ്റെ ചാനൽ എന്ത് ചെയ്യുക? വീണ്ടും കാണാം. താങ്ക് യു.